നിരവധിയായ പരിമിതികൾ കൊണ്ട് വലയുകയാണ് തൃക്കരിപ്പൂർ ഐറ്റിയിലെ ബോട്ട്യാർഡ്. വടക്കേ മലബാറിന്റെ ജലഗതാഗത വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിച്ച ബോട്ട്യാർഡിന്റെ പ്രവർത്തനം ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായിട്ടും കാര്യക്ഷമമായിട്ടില്ല. 2 വർഷം മുൻപാണ് ജലഗതാഗത വകുപ്പ് തൃക്കരിപ്പൂരിനടുത്ത ഐറ്റിയിൽ ഒരു ബോട്ട്യാർഡ് ആരംഭിക്കുന്നത്. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളുടെ തകരാറുകൾ പരിഹരിക്കുന്നതിനും സ്വകാര്യ ബോട്ടുകളുടെ ജോലി പോലും ചെയ്തു കൊടുക്കാനും സാധിക്കുക എന്ന പ്രതീക്ഷയിലാണ് യാർഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ നാളിതുവരെയായിട്ടും മുട്ടിലെഴുകയാണ് ഈ കേന്ദ്രം. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. വെൽഡറോ പെയിന്ററോ സൂപ്പർവൈസറോ ഇവിടെയില്ല. ഉള്ളത് ഒരു മെക്കാനിക് മാത്രമാണ്. എറണാകുളത്തിന് വടക്കുള്ള ജലഗതാഗത വകുപ്പിന്റെ ഒരേയൊരു സബ് സെന്ററും ഐറ്റിയിലേതാണ്. നിലവിൽ പറശ്ശിനിക്കടവിൽ സർവീസ് നടത്തുന്ന ബോട്ടുകൾ പോലും ഐറ്റി യാർഡിൽ അറ്റകുറ്റപ്പണി നടക്കാതെ തുരുമ്പിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കൗവായി. ഐറ്റി മുതൽ കൗവായി കായൽ വരെയുള്ള പ്രദേശം. ഒരുപാട് ടൂറിസ്റ്റുകൾ നിത്യേന വന്നു പോവുകയും ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ ഐറ്റി കൗവായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ പ്രദേശത്ത് ജലഗതാഗത വകുപ്പിൻ്റെ നിരവധി ബോട്ടുകൾ നമ്മുടെ ഒരു പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൗവായി കായൽ പോയ സമയത്ത് ഒരുപാട് ബോട്ടുകൾ അവിടെ ഷെഡിൽ കയറ്റി വെക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായ സർക്കാർ ഇതൊന്നും വേണ്ടത്ര ഉപയോഗപ്പെടുത്താത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൻ്റെ ഒരു വലിയ വികസന സാധ്യതയും ജലഗതാഗതത്തിൻ്റെ സാധ്യതയും അടഞ്ഞിരിക്കുകയാണ്. ഇതിലിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചിട്ടും ജലഗതാഗത വകുപ്പിന് അവിടെ ഒരു ടൂറിസ്റ്റ് ബോട്ട് നിലവിലില്ല. ജലഗതാഗത ബോട്ടിൻ്റെ വേഗ പോലെയുള്ള ബോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ മറൈൻ കാർട്ട എന്ന് പറഞ്ഞൊക്കെ കറ്റ മറൈൻ എന്ന് പറയുന്ന ആ ബോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സാധ്യത തന്നെയാണ് ഈ മേഖലക്കകത്തുള്ളത്. ടൂറിസം വികസനത്തിന് കേരളത്തിലെ മറ്റേത് കായലിനേക്കാളും സാധ്യതയുണ്ട് കൗവായി കായലിന്. ഒരു കറ്റമറൈൻ ബോട്ടോ വേഗ ബോട്ടോ ഇറക്കിയാൽ വലിയ കുതിച്ചുചാട്ടമാകും ഈ മേഖലയിൽ അതുണ്ടാക്കുക. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. പുതിയ സർക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്ക്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.